അടിപൊളി ക്ലൈമാക്സും ഇന്റർവ്യൂല് ചിക്കൻ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതൊക്കെ പൊളിയാ. കഥയും കൊള്ളാം. KGF ഉം ബാഹുബലിയൊന്നും വേണ്ട, അല്ലാണ്ട് ഇത് ക്യാപ്റ്റൻ പൊളി പടം. അങ്ങനത്തേക്ക് പോകുന്നു. പടം അടിപൊളിയാണ്. ധനുഷ് ആയിക്കോട്ടെ, ശിവരാജ്കുമാർ ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിലൊക്കെ വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണെന്ന് ഞാൻ പറയാം. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ തിയേറ്ററിക്കൽ വാച്ച് മൂവി. അല്ലാത്ത പക്ഷം പറയുകയാണെങ്കിൽ നമ്മുടെ ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, ബാക്കി ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും 10 on 10 തന്നെയാണ്. പടമാണ് അത്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞാൽ ധനുഷിന്റെ ഒക്കെ പെർഫോമൻസ് നല്ല വെടിച്ചിലും പെർഫോമൻസ്. ധനുഷ് മാത്രമല്ല, ശിവരാജ്കുമാറൊക്കെ ലാസ്റ്റ് വന്നപ്പോൾ നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് BGM ചെയ്തിട്ടുണ്ട്. BGM സൗണ്ട് സ്കോർ എല്ലാവരും നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാനുള്ള എല്ലാം മാസമാണ്, ത്രൂ ഔട്ട് മാസ്. അതായത് ധനുഷൊക്കെ ചില നേരത്ത് പറഞ്ഞ വരുവേണ്ട നമുക്ക് തന്നെ വീട്ടിലിരുന്ന് എനിച്ചിരുന്ന് തല്ലാൻ തോന്നുന്നു ആരെങ്കിലൊക്കെ. അമ്മാതിരി ഒരു സംഭവമാണ്. എന്തായാലും കൊള്ളാം, എരുമതാണ്. നോ ഡൗട്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ മുകളിൽ വേറൊരു വേർഡില്ല. ധനുഷ്, ശിവരാജ്കുമാർ സ്ക്രീൻ പ്രസൻസ് എൻ്റെ പൊന്നെ എന്നതാ പറയാം, രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് കിടുക്കി. ഒരു മിനിമം ഇത് അനൗൺസ് ചെയ്ത ടൈം തൊട്ട് വെയിറ്റിംഗ് ആണ്. ലാസ്റ്റ് 6 months ആയിട്ട് ഈ പടത്തിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻസ് 100% തിരിച്ചു തന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാം. അതിൻ്റെ മേക്കിങ്, അതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി, ആക്ഷൻ സീക്വൻസ് എല്ലാം ഓസം. ബോളിവുഡ് ലെവൽ ഐറ്റം. ധനുഷ്, ശിവരാജ്കുമാറിൻ്റെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, രോമാഞ്ചിഫിക്കേഷൻ ഐറ്റം. കന്നഡയിൽ ഇതൊക്കെ കത്തും എന്നുള്ള നോ ഡൗട്ട്. അപ്പോൾ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇന്ത്യയിൽ ഇത് ഹോളിവുഡ് ഐറ്റം ചെയ്തെന്ന് പറയാം. അത് തമിഴ് ഇൻഡസ്ട്രിക്ക് ബിഗ് സലൂട്ട്. നല്ലോണം.